ശ്രീമതി ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് നിയമസഭയിൽ ഇന്നലെ കൊമ്പ് കോർക്കുന്നത് കാണാനിടയായി. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വലിയ അലിഗേഷൻസ് ഈ മന്ത്രിയുടെ മുകളിൽ ആൾക്കെതിരെ പറയുന്നുണ്ട്. അതിനെ എതിരെ വളരെയധികം ആയിട്ട്, അതായത് ഈ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിക്കാൻ പോയതിനെതിരെ വളരെ വലിയ പ്രശ്നം അവിടെ നിയമസഭയിലുണ്ടായി. നടുത്തളത്തിൽ ഇറങ്ങി ഈ വി ഡി സതീശനും പാർട്ടിയെല്ലാം കൂടെ ഇറങ്ങി അത് പ്രകോപിതരായിട്ട് അവർ അതിനെതിരെ പ്രതിഷേധിച്ചു. അവസാനം അവർ വാക്കൗട്ടൊക്കെ നടത്തി. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെന്ന് പറയുന്നത് എന്താണെന്നറിയോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിയമസഭാ സാമാജികനാണ്. ഈ ബിന്ദുവിന് മന്ത്രി എന്നുള്ള നിലയിലുള്ള അധികാരങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാ അധികാരവും ഇവർക്ക് രണ്ടുപേർക്കും തുല്യമാണ്. അത് പ്രായം കൂടുതലുണ്ടോ, അയാൾക്ക് പ്രായം കുറഞ്ഞു പോയതോ ഉണ്ടോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പം പ്രായം കൂടിയതും കുറഞ്ഞതൊന്നും അല്ല, ആര് സംസാരിക്കുന്നത് എന്താണ് എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും അതിനകത്തെ പ്രാധാന്യം. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനിടയായി, അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സർവകലാശാല ബില്ല് കൊണ്ടുവന്നു. അതായത് കേന്ദ്ര നിയമം കൊണ്ടുവന്ന് അത് കയറി അവർ നടപ്പാക്കുന്നതിന് മുമ്പ് അത് അവിടെ കാവ്യവൽക്കരണമാണ്, അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അപ്പോൾ ഇവിടെ ചെങ്കൊടി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന് ഇവിടുത്തെ പുതിയ നിയമം ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനിടയായി. അത് രാഹുലിന് പറയാനുള്ള അവകാശമുണ്ട്. അയാൾ നിയമസഭാ സാമാജികനാണ്. ഒരു മണ്ഡലത്തിൽ നിന്ന് ആളുകൾ അയാളെ തിരഞ്ഞെടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ അങ്ങോട്ട് അയച്ചേക്കാണ്. ഇതൊക്കെ പറയാനാണ് അയാളെ അയച്ചേക്കുന്നത്. ഇത് പറയുമ്പോൾ ചൊറിഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് പറയുന്നത് കാര്യമാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പറയണം, അതിന് ശരിയായ മറുപടി പറയണം. എന്നിട്ട് മൈക്ക് പതുക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് നീ ഓടാ ഇറക്കാന്ന് കേട്ടോ. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഇതുപോലുള്ള എന്നിട്ട് പറയാം അവൻ്റെ അമ്മയുടെ പ്രായം ഉണ്ടെന്ന് എനിക്ക്. ശരിയായിരിക്കും, അമ്മുമ്മയുടെ പ്രായം കാണും നിങ്ങൾക്ക്. പക്ഷെ അമ്മുമ്മയുടെ പ്രായം ഉണ്ടെങ്കിൽ അമ്മുമ്മ പറയുന്ന വിവരം ആ രീതിയിൽ വേണം പ്രതികരിക്കാൻ. അമ്മയുടെ പ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്മ എങ്ങനെ പ്രതികരിക്കുന്നു അതുപോലെ വേണം പ്രതികരിക്കാൻ. അങ്ങനെയാണോ നിങ്ങൾ പ്രതികരിച്ചത്? ഇതുപോലെ മോശമായ വർത്താനം അൺപാർലമെൻ്ററി ആയിട്ടല്ലേ ഒരു മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു MLA എടുത്ത് ഈ രീതിയിൽ പെരുമാറുന്നതും ഈ രീതിയിൽ അയാളെ പറയുന്നതും? ഓടായെടുക്കാന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പോയിരുന്ന് പറയാൻ പറ്റും, പക്ഷെ നിയമസഭയിൽ ഇരുന്നത് പറയാൻ പാടില്ല. ആ വിവരമെങ്കിലും നിങ്ങൾക്ക് വേണം. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ, അയാളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വളരെ വലിയ ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഞങ്ങൾ പാവങ്ങൾ കാണാനിടയായിട്ടുണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല, അത് ഓരോരുത്തരുടെ കഴിവാണ്, കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് എന്നിട്ട് നിങ്ങൾ വെർബൽ ഡയറിയാണ് അയാളെ കേട്ടോ. അതായത് വാചകത്തിലൂടെയുള്ള അതിസാരം എന്ന് നിങ്ങൾ അയാളെക്കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ അയാൾ ഒരു MLA പറയുന്ന വർത്തമാനങ്ങളെന്ന് പറയുന്നത് വെർബൽ ഡയറിയാണ്. പിന്നെ അടുത്ത ഒരു പരാമർശം എന്ന് പറയുന്നത് നാലാംകിട കുശുമ്പും നുണയുമാണ് ഇവിടെ രാഹുൽ പരാമർശിച്ചതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് നാലാംകിട കുശുമ്പും നുണയാണെന്നൊന്നും ഞങ്ങൾക്ക് പാവങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങൾക്ക് ഇനി വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും അയാൾ പറയാനുള്ള കാര്യങ്ങൾ എവിടെയായാലും പറയും. അതിനു വേണ്ടിയാണല്ലോ അയാൾ അങ്ങോട്ട് പോയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിനെ ഭയപ്പെടുന്നു. അങ്ങനെ പാടില്ല ശ്രീമതി ബിന്ദു. നിങ്ങളുടെ ഈ രീതിയിലല്ല ഒരു നിയമസഭാ സാമാജികനോട്, പ്രത്യേകിച്ച് ഒരു തുടക്കക്കാരനാണ് രാഹുൽ, ഒരു പുതിയ അംഗമാണ്. ഒരു പുതിയ അംഗത്തിനെ ഈ രീതിയിൽ ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്. നിങ്ങളത് എങ്ങനെ മന്ത്രിയായെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ആദ്യം നിങ്ങളെക്കാളും കഴിവുള്ള ആളുകളൊന്നും മന്ത്രിയാവാൻ ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രീ വിജയരാഘവന്റെ ഭാര്യ ആയതുകൊണ്ടാണ് നിങ്ങൾ മന്ത്രിയായതെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ഷേപം വരുമോ? അത് ആദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കണം. കാരണം ഇപ്പോൾ അങ്ങനെയുള്ള വർത്തമാനമൊന്നും രാഹുൽ പറഞ്ഞില്ലല്ലോ. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, കഴിവ് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ പറയുന്നത് വെർബൽ ഡയറിയ അല്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് ജനങ്ങളല്ലേ കണക്കാക്കേണ്ടത്. നമ്മളൊരാൾ പറയുമ്പോൾ നമ്മളെ വില തരുന്നത് ആരാണ്? നമ്മളെ വിലയിരുത്തുന്നത് ആരാണ്? ഇത് കേൾക്കുന്ന ആളുകളാണ് നമ്മളെ വിലയിരുത്തുന്നത്. അപ്പം നിങ്ങളെ ഈ കേരള സമൂഹം മുഴുവൻ വിലയിരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഈ വർത്തമാനം കൊണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പറഞ്ഞതാണ് ശരിയല്ലാത്ത കാര്യം. സഹിഷ്ണുതയില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ മുഖ്യമന്ത്രിയെ കുറിച്ച് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു എന്ന്. ഇതിപ്പോൾ നിങ്ങളത്രേ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് അസഹിഷ്ണുത.
ഒരു ക്രിറ്റിസിസം വന്നാൽ അതിനെ നേരിടാനായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം. മാത്രമല്ല അതിനും ആ നല്ല രീതിയിൽ മറുപടി പറയാൻ പഠിക്കണം. ബാക്കി എത്രയോ പേര് പറയുന്നുണ്ട്, ഇവിടെ ഇത് ആരെയും ഇങ്ങനെ ആക്ഷേപിക്കാറില്ലല്ലോ, അവിടെ മോശമായ പ്രവൃത്തിയല്ലേ നടത്തിയത്. പ്രത്യേകിച്ച് ഒരാൾ, പുതിയ ഒരംഗം, അദ്ദേഹം അത് പഠിച്ചാണ് അവിടെ സംസാരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള ഒരാളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇതേപോലെ തലയ്ക്കടിയും കൊടുത്തിരുത്തുന്ന രീതിയിലുള്ള വർത്തമാനം കേട്ടോ. അങ്ങനെയൊന്നും അയാളെ തോറ്റുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം തീ കുരുത്തത് വെയിലത്ത് വാടത്തില്ലല്ലോ എന്ന് വേണം കണക്കാക്കാൻ. ആ രീതിയിൽ നിങ്ങൾ പറയാന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ നിങ്ങളാണ് യഥാർത്ഥത്തിൽ ചെറുതായത്. രാഹുൽ അവിടെ വലുതായതേ ഉള്ളൂ. അയാൾ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യമാണ്. പക്ഷെ അവസാനം അയാൾക്ക് പറയാനിടയായി, അത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിൽ കുമാരനാശാന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ അത് നിങ്ങളുടെ പ്രതിമ വെക്കണമെന്ന് നിങ്ങൾ പറയുമല്ലോ നിയമത്തിലൂടെ എന്നുള്ളതാണ് പറഞ്ഞത്. ചട്ടം ഉണ്ടാക്കും അതിനുവേണ്ടി എന്ന് പറഞ്ഞു. അത് ഇത്തിരി അധികം പറ്റാണ്. എന്നാലും ഇത് നിങ്ങളത് കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അയാൾ സംസാരിച്ചോ, അത് നിങ്ങൾ കേൾക്കണം. അതിനുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക. അത് അന്തസ്സായിട്ട് കൊടുക്കുക. അല്ലാതെ പേഴ്സണലായിട്ട് ഒരാളെ ആക്ഷേപിക്കുകയല്ല. കൂടാ ചെറുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്ട് വലിയ ആളും, നിങ്ങൾ എത്ര നാളായി നിയമസഭയിൽ വന്നിട്ട് അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എത്ര വർഷമായി നിയമസഭയിൽ വന്നിട്ട്? ഈ ടേബിലാണ് ഞാൻ നിങ്ങളെ കണ്ടേക്കുന്നത്. അതിനുമുമ്പ് ഞാൻ കണ്ടിട്ടില്ല ഈ നിയമസഭയിൽ. അപ്പോൾ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് കാണാനിടയായിട്ടുമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ വന്നിരുന്നുണ്ട്. നിങ്ങളങ്ങ് വലിയ ഉയർത്തിയിരിക്കുന്ന ആളും ഈ വന്നു കയറിയ ആൾ, അതായത് ഈ പുതുമുഖമായിട്ടുള്ള ഈ ചെറുപ്പക്കാരനെന്ന് പറയുന്നത് അങ്ങ് താഴേക്കിടയിലുള്ള ആളും എന്നുള്ള ആ കാഴ്ചപ്പാടുണ്ടല്ലോ നിങ്ങളുടെ, അതാദ്യം നിങ്ങളത് മാറ്റണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് നന്നാകുക, എന്നിട്ട് ബാക്കിയുള്ള ആളുകളെ നന്നാകാൻ പഠിപ്പിക്കുക, നന്നാക്കാൻ ശ്രമിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇവിടെ സർവകലാശാല ബില്ല് കൊണ്ടുവരുന്നു. ആ ബില്ലിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവന്നിട്ട് അത് നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് ഒരു കൺകറൻറ്റ് സബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മെച്ചപ്പെടാം. യഥാർത്ഥ കാവ്യവൽക്കരണമാണ് അതിലൂടെ നടത്താൻ പോകുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഒരു തടയിടേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ബാധ്യതയാണ് എന്ന് ഞാൻ പറയും. അത് വേണം, അത് നിർത്തണം. കാരണം ആ രീതിയിലുള്ളതല്ല വേണ്ടത്. നമ്മുടെ ഈ രാജ്യത്തെ വിഭജിച്ചു കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഇല്ലാത്ത ചരിത്രങ്ങൾ സൃഷ്ടിക്കുക, ഈ രീതിയിലൊക്കെയുള്ള കാഴ്ചപ്പാടൊന്നും മാറ്റി നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി ഇവിടെ പഠിക്കേണ്ടത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യത്തക്കവണ്ണം, അത് കൊണ്ടുവരത്തക്കവണ്ണം ഇവിടെ സർവകലാശാല ബില്ല് അവതരിപ്പിച്ച് നിയമമാക്കി മാറ്റുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ ആ നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഇവിടെ അടിച്ചേൽപ്പിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ മറ്റു ആളുകൾ എതിർക്കും, അതിന് സംശയമൊന്നുമില്ല. അതിനെ കോൺഗ്രസ്സുകാർ എതിർക്കും. അപ്പോൾ അത് മുന്നിൽ കണ്ടു വേണം നിങ്ങൾ ഈ ചെങ്കൊടിയുടെ കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഏൽക്കേണ്ടത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് വളരെ രസകരമായ ഒരു ചെറിയ ഒരു കമൻറ്റ് ഞാൻ കാണാനിടയായി. അത് നമ്മുടെ ശ്രീ AK ബാലൻ, നമ്മുടെ മുൻ മന്ത്രി, അദ്ദേഹം പറഞ്ഞതാണ്, ഈ ചെങ്കൊടി ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം എന്തായേനെ എന്ന് പറഞ്ഞു. അതിന് നല്ല ഒരു കമൻറ്റ് ഒരു രസികനാണ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാലകണ്ണനൊക്കെ പണി ചെയ്ത് ഊപ്പാട് വന്നേനെ എന്ന്. ശരിയാണ്, അതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരുപാട് ചിരിക്കാനിടയായി. എന്താണ് ഇന്ന കമ്മ്യൂണിസം എന്നുള്ളത് ഒന്ന് തുറന്നു കാണിക്കാൻ പറ്റിയ ഒരു കമൻ്റാണ് ആ സുഹൃത്തിട്ടേക്കുന്നത്. ഞാൻ അയാളുടെ പേരൊന്നും പറയുന്നില്ല. ഏതായാലും അങ്ങനെ ഒരു കാര്യം കണ്ട് ഒന്ന് ചിരിക്കാനിടയായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ ധാരണ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ വലിയ ആളുകളെന്നുള്ളതാണ്. അങ്ങനെ കരുതരുത്. നമ്മൾ എത്ര ഉയരത്തിപ്പോയാലും ഉണ്ടല്ലോ, നമ്മുടെ ഉയരത്തിൽ പോകും തോറും നമ്മുടെ തല കുനിയണം. അതാണ് വേണ്ടത്. അല്ലെന്നെങ്കിലും ഉണ്ടല്ലോ, വീഴ്ചയുടെ ആഘാതം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും. ദ ഹയർ യു ഗോ ദ ഹാർഡർ യു ഫോൾ എന്നുള്ളത് പണ്ട് സിയാവുൽക്ക് പറഞ്ഞതാണ് ഈ വാചകം. പക്ഷെ അയാൾക്ക് തന്നെ അറം പറ്റി. കാരണം അയാൾ മുകളിൽ പോയിട്ട് അവിടെ നിന്നാണ് അയാൾ തകർന്ന് താഴെ വീണ് മരിച്ചതാണ്. അങ്ങനെ ഒന്നും ആകാതിരിക്കട്ടെ. നിങ്ങളുടെ വർത്തമാനം സൂക്ഷിക്കുക. നമ്മൾ ആരെയും ആക്ഷേപിക്കരുത്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. നേരെ ആകട്ടെ, കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കട്ടെ. നിങ്ങളുടെ അസംബ്ലി വരുമ്പോൾ
പഠിച്ച് ഉത്തരങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അതാണ് വേണ്ടത്.